ഹലോ ഹായ്. നമ്മൾ നല്ല കട്ടൻ ചായയുടെ ഒപ്പം ഇതേപോലെയുള്ള പുതിനയുടെ ഇലയും കൂടി ഇട്ടിട്ട് കുടിച്ചു നോക്കി. എന്തൊരു ടേസ്റ്റാന്ന് പറയുക, എന്തൊരു മണമാണ് ആ ചായക്ക്. നല്ല ആവി പുറക്കുന്ന കട്ടൻ ചായ ആയിരിക്കണം. പക്ഷെ അതിന് ഗുണങ്ങൾ, ഒത്തിരി ഗുണങ്ങളാണ്. മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ കഫക്കെട്ട്, തുമ്മൽ, ഛർദി, ശ്വാസം മുട്ട് എന്ന് വേണ്ട എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ ഈ കട്ടൻ ചായയിൽ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ എന്താ വേണ്ടത്, നമ്മൾ പുതിനയുടെ ഒരു ചെടിയെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുക. അപ്പോൾ അതിനുള്ള വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, ഈ പുതിനയുടെ ചെടി നട്ടിട്ട് ഉണ്ടാവുന്നില്ല, അപ്പോൾ നടാൻ എങ്ങനെയാണ്, ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ് ഒരു പുതിന എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണാം. നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട പുതിന ചെടി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. നമുക്ക് രണ്ട് തരത്തിലാണ് പുതിന കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് വിത്തുകളിടാം. ഇതേപോലെ ഇങ്ങനെയുള്ള ചെടിയുടെ മുകളിലാണ് പൂക്കളുണ്ടായിട്ട് വിത്തുകളാവുന്നത്. അത് ഒരു വിധത്തിൽ നമുക്ക് പുതിന കൃഷി ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ പുതിനയുടെ വിത്തുകൾ. കണ്ടോ, വളരെ നേരിയ ഒരു ഇതാണ്. കൂടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെയുള്ള പുതിന നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പുതിന ചെടികളാക്കി മാറ്റാം. അതും ചെയ്യുന്ന രീതിയാണ് നമ്മൾ തണ്ട് നട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല മൂത്ത ചുവന്നിട്ടുള്ള തണ്ട് നമ്മൾ ഇതിന് വേണ്ടി സെലക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ മൂക്കാത്ത ചള്ള് തണ്ടുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്യാം. കേട്ടോ, ഇതേപോലെ നല്ല മൂത്തിട്ടുള്ള തണ്ടുകളാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ചുവന്നിട്ടുള്ള തണ്ടുകൾ കണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണ്ടിൻ്റെ ഈ വലിയ വലിയ ഇലകൾ നമ്മൾ നുള്ളി എടുത്തിട്ട് നമുക്ക് തന്നെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. മാറ്റി വയ്ക്കുക. അങ്ങനെ നുള്ളി കളയാം, എടുക്കാം. ഓക്കെ, അങ്ങനെ നുള്ളി എടുത്തിട്ട് ഈ തണ്ട് മാത്രമായിട്ട് നിർത്താം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പൊട്ടിയിട്ട് വരുന്ന ഒരു ശിഖരത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന അത് കളയരുത്. നമ്മൾ ഇതിങ്ങനെ ഇതേപോലെ നിർത്തണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും ഒരു നല്ല തണ്ട് എടുത്തു നടാനായിട്ടുള്ളത്. ഇനി നമ്മൾ വേണ്ടത് നമുക്ക് പോട്ടി സോയിലും മണ്ണൊക്കെയാണ് വേണ്ടത്. ഇതിൽ കുറച്ച് ചാണകമുണ്ട്, പോട്ടി സോയിലുണ്ട്, കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇട്ടിട്ടുണ്ട്, പിന്നെ മണ്ണുമുണ്ട്. ഓക്കെ, ഇവനെ നമ്മളിതാ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കിടത്തിയാണ് വെക്കുന്നത്. ഓക്കെ, പിന്നെ കിടത്തി വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ എവിടെ ആണെങ്കിലും വെക്കുകയാണെങ്കിലും നമ്മൾ മോൾ ഭാഗം മണ്ണിനടിയിൽ ആയി പോകരുത്. പിന്നെ മൊത്തം മണ്ണ് നമ്മളിടുക, ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം കിടത്തി വെക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് ഗുണങ്ങളും നമുക്കുണ്ട്. ഒരുപാട് വേര് പെട്ടെന്ന് പല സ്ഥലങ്ങളിലായിട്ട് വേര് പൊട്ടി വരും. വേര് പൊട്ടുന്നതോറും നമുക്ക് ചെടികൾ പെട്ടെന്ന് കൂടുതൽ ചെടികളാവും ചെയ്യും. അതാണ് നമുക്ക് ഈ കിടത്തി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം. അല്ലെങ്കിൽ നേരെ വെച്ചാലും ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ ഇങ്ങനെ കിടത്തിയാണെങ്കിൽ പെട്ടെന്ന് ഒരുപാട് സ്ഥലത്ത് നമുക്ക് വേര് പൊട്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കുക, മൂത്ത ഇതേപോലെ ചുവന്നിട്ടുള്ള തണ്ടുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇതേപോലെ മണ്ണിട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 നേരം. വെള്ളം കൂടാൻ പാടില്ല. അതുപോലെ ഈ നടുന്ന ചട്ടിയുടെ അടിയിൽ ഹോളിടാൻ മറക്കരുത്. കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പുതിന നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദിവസവും കട്ടൻ ചായയിൽ ഒരു ഇല പുതിന ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. കാരണം അതിൻ്റെ മണവും ഒക്കെ ഉണ്ടായത് തന്നെ മതി. ഒരു ദിവസം നല്ല ഉന്മേഷമുള്ളതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പുതിന കൃഷി ചെയ്യാൻ നോക്കുക. ഒരു തൈയെങ്കിലും നമ്മൾ വീട്ടിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, അറിയാത്തവരിലേക്ക് എത്തിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് വീഡിയോസും കിട്ടും. അപ്പോൾ സുധീഷ് ഗുരുവായൂരാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.